മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കോമ്പറ്റീഷനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഞാൻ എല്ലാ മത്സരങ്ങളും ഒന്നും കാണാൻ പോകുന്നില്ല. ഫൈനൽ സ്റ്റേജിലൊക്കെ എത്തുന്നത് വരെ ഈ കോമ്പറ്റീഷന്റെ ക്വാളിറ്റി വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അപ്പൊ ആദ്യത്തെ മത്സരം കണ്ടപ്പോൾ മനസ്സിലായത് ഒരു ഗ്ലോറിഫൈഡ് ഫ്രണ്ട്ലി, അതിലപ്പുറം ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, ജിയാനി ഇൻഫന്റീനോ ഈ ഒരു പ്ലാൻ സെറ്റപ്പ് ചെയ്തതിന് ശേഷം എല്ലാ 4 വർഷത്തിലും ക്ലബ്ബ് വേൾഡ് കപ്പ്, യൂറോപ്പിൽ നിന്ന് 16 ടീമുകൾ, മറ്റ് വേൾഡ് സോക്കർ കോമ്പറ്റീഷനിൽ നിന്ന് 16 ടീമുകൾ, ഇങ്ങനെ 32 ടീമുകൾ പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. പല ഗ്രൂപ്പുകളായിട്ട് വിഭജിച്ചതിന് ശേഷം ആ ഗ്രൂപ്പ് ലീഡറുമായിട്ട് പിന്നീട് നോക്കൗട്ട് മത്സരങ്ങളും വരാൻ പോവുകയാണ്. ഈ മത്സരത്തെക്കുറിച്ച് 3-4 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ആദ്യത്തെ കാര്യം ക്വാളിറ്റിയാണ്. ഇപ്പോൾ പല മാച്ചുകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ ടീമിനെടുത്ത് മുട്ടി നിൽക്കാൻ പറ്റാത്ത ടീമിനെയാണ് ഈ കോമ്പറ്റീഷന്റെ മത്സരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഓക്ലാൻഡ് സിറ്റിയുമായിട്ടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും 4 ഗോളിന് പുറകിലായി. ഫസ്റ്റ് ഹാഫിൽ 6-0 ലീഡിലാണ് ബയർ നിൽക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യത്തിന്റെ ഒരു കിടപ്പ് വശം മനസ്സിലായി കാണും. ഇതൊരു ഫ്രണ്ട്ലി മാച്ച് എന്നതിലുപരി കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ ഞാൻ കേട്ടത് ഈ ഓക്ലാൻഡ് സിറ്റിയിലൊക്കെ പലതരത്തിലുള്ള റെഗുലർ ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ടീച്ചേഴ്സ് ഉണ്ട്, ഇലക്ട്രീഷ്യൻസ് ഒക്കെയാണ് ഈ സ്ക്വാഡിലുള്ളത്. പല ആൾക്കാരും വെക്കേഷനിലാണ്. ഈ ടൂർണമെന്റിന് വരാൻ തന്നെ ആളെ കിട്ടാത്ത സിറ്റുവേഷനിലൂടെയാണ് തട്ടിക്കുട്ട് ടീമുമായിട്ട് ഇതുപോലുള്ള ക്ലബ്ബുകൾ വന്നിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. രണ്ടാമത്തേത് ഈ കോമ്പറ്റീഷന്റെ ടിക്കറ്റ് പ്രൈസുകളാണ്. ഇപ്പം അമേരിക്കയിലാണ് ഈ കളികൾ നടക്കുന്നത്. ഷാർലറ്റിൽ മത്സരം നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ബാക്ക് റോയിലെ സീറ്റുകൾ ഒരു മാസം മുമ്പ് നോക്കിയപ്പോൾ $350 ഒരു ടിക്കറ്റിന്റെ പ്രൈസ്. ഇതിലും വലിയ കളികൾ നമ്മൾ ലൈവായിട്ട് കാണാൻ പോയിട്ടുണ്ട്. ഒരു റെഗുലർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു $80 to $125 ലാസ്റ്റ് റോ അല്ലെങ്കിൽ ലാസ്റ്റ് സെക്ഷനിലെ സീറ്റൊക്കെ കിട്ടാറുണ്ട്. $350 വെച്ചിട്ട് ഈ ഗ്ലോറിഫൈഡ് ഫ്രണ്ട്ലി മത്സരം കാണാൻ നിങ്ങൾ പോകുന്ന പ്രതീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പോകത്തില്ല. അതിലും വലിയ കോമ്പറ്റീഷനൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ഫിഫ ചെയർമാനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. മാക്സിമം പൈസ അടിച്ച് മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ടിക്കറ്റ് പ്രൈസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ $350 ടിക്കറ്റ് $80 ആയിട്ട് കുറച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ആൾക്കാർ കാണാൻ പോകുന്നില്ല. ഇപ്പൊ കിട്ടുന്ന വിവരങ്ങൾക്ക് അനുസരിച്ച് ആകെ 30,000-ൽ താഴെ ടിക്കറ്റുകൾ മാത്രമേ ഓപ്പണിംഗ് ഡേയിൽ അവർക്ക് വിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ടിക്കറ്റ് പ്രൈസ് ഒക്കെ അറിഞ്ഞ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കോമ്പറ്റീഷൻ കാണാൻ ആരും പോകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മൂന്നാമത്തേത്, ഇത് EPL-ഉം മറ്റ് ലീഗൊക്കെ കഴിഞ്ഞ് പ്ലേയേഴ്സിന്റെ വെക്കേഷൻ ടൈമാണ്. അവർക്കാണെങ്കിൽ ആകെ കിട്ടുന്നത് ഈ 2 മന്ത് വെക്കേഷൻ ആണ്. അതിനിടക്ക് ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണം. ചില ആൾക്കാർ വെക്കേഷനിൽ പോവും. ഇഞ്ചുറി റീഹാബ് ഒക്കെ നടക്കുന്ന സമയമാണ്. ചിലപ്പം ഇന്റർനാഷണൽ മത്സരങ്ങൾ ഈ സമയത്ത് നടക്കാറുണ്ട്. ഇപ്പോൾ നാഷൻസ് ലീഗ് പോലത്തെ മത്സരങ്ങൾ. അതിനിടക്കാണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കുത്തിത്തിരികിയിട്ടുള്ളത്. ഇപ്പൊ മേജർ പ്ലേയേഴ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ഒരു നോക്കൗട്ട് സ്റ്റേജിലൊക്കെ വരുന്നത് വരെ മേജർ പ്ലേയേഴ്സ് ഈ കോമ്പറ്റീഷനിൽ വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇനി പ്രൈസ് മണിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 30 to 40 മില്യന്റെ അടുത്തുള്ള ഒരു വലിയൊരു പ്രൈസ് മണിയാണ് വിന്നേഴ്സിനും റണ്ണേഴ്സ് അപ്പിനും വേണ്ടി ഫിഫ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയൊരു തുക തന്നെയാണ്. എന്തായാലും പലതരത്തിലുള്ള ടീമുകൾ ഇതിനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന കാര്യം നമുക്കറിയാം. പക്ഷേ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി സമയത്ത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെയുള്ളത്, ഇപ്പോൾ ഇന്റർ മിയാമി പോലുള്ള ക്ലബിനെയൊക്കെ മെസ്സിനെ ഈ ഒരു കോമ്പറ്റീഷനിൽ കയറ്റാൻ വേണ്ടി മാത്രം കുത്തിത്തിരികി റൂൾസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇതുപോലുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഫാൻസിന് കാണാൻ വേണ്ടിയിട്ട് ചില ടീമിനെ ഇൻക്ലൂഡ് ചെയ്യുക, അതിനനുസരിച്ച് റൂൾസ് മാറ്റുക. ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഇതൊരു പ്രദർശന മത്സരം മാത്രമാണ്. ക്വാളിറ്റിയോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റോ ഒക്കെ ചിലപ്പോൾ ഫൈനൽ സ്റ്റേജിൽ മാത്രമേ പ്രതീക്ഷിക്കേണ്ടൂ എന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു പല ടീമുകളും ഇപ്പൊ കൺട്രി പര്യടനത്തിനൊക്കെ പോകുന്ന സമയത്ത് അതിന് പകരം ക്ലബ് വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ള ഒരു ഫോർമാറ്റിലേക്കാണ് ഇപ്പോൾ ഫിഫ ചെയർമാനൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ 3-4 കാര്യങ്ങൾ സോൾവ് ചെയ്യാതെ
ഇത് ക്ലച്ച് പിടിക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഞാൻ പ്രത്യേകിച്ച് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാ മത്സരങ്ങളും കാണാൻ തീരെ താല്പര്യമില്ല. അത് അൾട്ടിമേറ്റ്ലി ഒരു വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജിയാണ്. ഫൈനൽ മത്സരത്തിൽ ചിലപ്പോൾ യൂറോപ്യൻ ടീമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ ഇരുന്ന് കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. നിങ്ങളെ കമന്റ് താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.